ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീതം തൃതീയസ്കന്ധം 27-ാം അധ്യായം. ശ്രീ ഭഗവാനുവാച പ്രകൃതിസ്ഥോ വിപുരുഷോ നാജ്യതേ പ്രാകൃതേർഗുണൈഃ അവികാരാദകർത്തൃത്വാം നിർഗുണത്വാജലാർക്കവത്. ശ്രീ ഭഗവാൻ ഉപദേശിക്കുന്നു, ശ്രീഹരി ഭക്തി യോഗാദികളുടെ സഹായത്താൽ അന്ധക്കരണ പരിശുദ്ധിയും തദ്വാര പ്രകൃതിപുരുഷ വിവേകജ്ഞാനവും അതുനിമിത്തം സംസാരത്തിൽ നിന്ന് ജീവന് മോക്ഷവും സിദ്ധിക്കും എന്ന സംഗതിയെ ഈ അധ്യായത്തിൽ വിവരിക്കുവാൻ പോകുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ഭക്തി പരിശുദ്ധമായ അന്ധക്കരണത്താൽ പ്രകൃതിയിൽ നിന്ന് വിട്ടിരിക്കുന്ന പുരുഷനെ, പരമാത്മാവിനെ ധ്യാനിക്കണമെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. വിവേകത്തിൻ്റെ സ്വരൂപത്തെ ധരിപ്പിക്കുവാൻ വേണ്ടി പ്രകൃതിയെ വേർതിരിച്ചറിയാത്തതുകൊണ്ടാണ് ജീവന് സംസാരക്ലേശം ഉണ്ടാകുന്നത്. ജീവൻ പ്രകൃതി കാര്യങ്ങളായ ദേവമനുഷ്യാദി ശരീരങ്ങളോട് ചേർന്നിരിക്കുന്നുവെങ്കിലും പ്രകൃതി ഗുണങ്ങളായ സത്വാദികൾ നിമിത്തം അനുഷ്ഠിക്കപ്പെടുന്ന പുണ്യപാപങ്ങളാലും അതുനിമിത്തം ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളാലും സ്മരിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പരമാർത്ഥത്തിൽ ശുദ്ധമായ ചൈതന്യത്തിന് കർത്തൃത്വവും അതിന് കാരണമായിരിക്കുന്ന രാഗദ്വേഷാദി വികാരങ്ങളും സത്വാദി ഗുണങ്ങളോട് സംബന്ധവുമില്ല. പിന്നെ സുഖി ദുഃഖി എന്ന ഭാവം എല്ലാവർക്കും ഉണ്ടാവാൻ എന്തു കാരണമെന്നാൽ അവിവേകം മാത്രമാണ് കാരണം. ജലത്തിൽ പ്രതിബിംബിച്ചു കാണുന്ന സൂര്യബിംബം ചലിക്കുന്നതായിട്ടും അസ്പഷ്ടമായിട്ടും കാണപ്പെടുന്നത് ജലത്തിൻ്റെ ചലനവും മാലിന്യവും നിമിത്തമാകുന്നു. ആകാശസ്ഥനായിരിക്കുന്ന യഥാർത്ഥ സൂര്യനിൽ ചലനാദികൾ ബാധിക്കുന്നില്ല. അതുപോലെ അന്ധക്കരണ ധർമ്മങ്ങളാണ് രാഗാദി വികാരങ്ങൾ. ശുദ്ധമായ ചൈതന്യത്തിന് ആ വക ഭാവങ്ങളൊന്നുമില്ല. ഭ്രമനിമിത്തം ഉണ്ടെന്ന് തോന്നുന്നതാണ്. സ ഏഷയർഹി പ്രകൃതേർ ഗുണേശഭിവിഷജ്ജതേ അഹംക്രിയാ വിമൂഢാത്മാ കർത്താസ്മീത്യഭിമന്യതേ. മേൽ കാണിച്ച വിധം പരിശുദ്ധനായ പുരുഷൻ പ്രകൃതി വിലക്ഷണനും യാതൊരുവിധമായ ദോഷവും ഇല്ലാത്തവനുമാണെങ്കിലും ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണം ഇവയിൽ ഞാൻ എന്ന ഭാവത്തെ എപ്പോൾ വഹിക്കുന്നുവോ അപ്പോൾ പ്രകൃതി ഗുണങ്ങളായ ശബ്ദാദി വിഷയങ്ങളിൽ അത്യന്താസക്തനായി ഭവിക്കുന്നു. അപ്പോൾ ദേഹാന്ദ്രിയാന്തകരണങ്ങളാൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങളിൽ കർത്തൃഭാവത്തെ വഹിക്കുകയും ചെയ്യുന്നു. തേന സംസാര പദവീം അവശോഭ്യേത്യ നിർവൃതഃ പ്രാസംഗികൈ കർമ്മദോഷൈഃ സദസന്മിശ്രയോനിഷു. ദേഹേന്ദ്രിയാന്തകരണങ്ങളിൽ അഭിമാനവും തൽകൃത കർമ്മങ്ങളിൽ കർത്തൃത്വബുദ്ധിയും സംഭവിച്ചതുകൊണ്ട് പുണ്യപാപ കർമ്മങ്ങളുടെ ബലങ്ങളായ സുഖദുഃഖ ഭാവങ്ങൾക്കധീനനായി ഭവിച്ച പുരുഷൻ ദേവതിര്യങ് മനുഷ്യാദി യോനികളിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതായ സംസാരമാർഗത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അർത്ഥേഹ്യ വിദ്യമാനേപി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനാർത്ഥാഗമോ യഥാ. ഇവിടെ ഒരു ശങ്ക ജനിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സംസാരം ജന്മമരണാദ്യനുഭവം സത്യമോ അതോ മിഥ്യയോ? സത്യമാണെന്ന് വന്നാൽ അതിന് നാശമില്ലെന്ന് വരും, അപ്പോൾ മോക്ഷവുമില്ല. മിഥ്യയാണെങ്കിലോ അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടി സാധനങ്ങളെ സമ്പാദിക്കുന്നത് വെറും ക്ലേശാവഹമെന്നല്ലാതെ പ്രയോജനമില്ലല്ലോ. ഭക്തിജ്ഞാനാദികളുടെ ആവശ്യവുമില്ല. ഇതാണ് ശങ്കയുടെ സ്വരൂപം. ജന്മമരണാദിഭാവം വാസ്തവമല്ല. എങ്കിലും ദേഹേന്ദ്രിയാദികളിലുള്ള ആത്മഭാവം നിമിത്തം ശബ്ദാദി വിഷയസുഖങ്ങളെ നിരന്തരം ധ്യാനിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ജീവൻ്റെ ജന്മമരണാദി ഭ്രാന്തിജന്യമായ സംസാര ദുഃഖം ഉള്ളതുപോലെ തന്നെ തോന്നുന്നു. നിദ്രാദോഷം നിമിത്തം സ്വശിരശ്ഛേദം മുതലായ അനർത്ഥങ്ങൾ നേരിട്ടതായി വിചാരിച്ച് ദുഃഖിക്കുന്നവൻ്റെ മിഥ്യാരൂപമായ ആ ദുഃഖം നിദ്രയിൽ നിന്ന് ഉണർന്നല്ലാതെ മിഥ്യയായിരുന്നു എന്നറിയുന്നില്ല. അതുപോലെ സ്വരൂപ വിസ്മൃതി നിമിത്തമുണ്ടാകുന്ന സംസാരവും സ്വരൂപബോധത്താൽ നിവർത്തിക്കും. അതുകൊണ്ട് സ്വരൂപബോധം ഉണ്ടാവാൻ ഉപകരിക്കുന്ന വ്യാപാരം ആവശ്യമായി തന്നെ ഇരിക്കുന്നു. അതയേവ ശനൈശ്ചിത്തം പ്രസക്തമസതാം പതി ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാച നയേദ്വശം. അതുകൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ ഒരു കാലത്തും സാധിക്കാതെയിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ മാർഗത്തെ അനുസരിച്ചു സഞ്ചരിക്കുന്ന ചിത്തത്തെ ദൃഢമായി ഭക്തിയോഗത്തിൻ്റെയും വിഷയദോഷദർശന രൂപമായ വൈരാഗ്യത്തിൻ്റെയും സഹായത്താൽ സ്വാധീനപ്പെടുത്തണം.
യമാദിഭിര്യോഗപദൈരഭ്യസൻ ശ്രദ്ധയാന്വിതഃ മയി ഭാവേന സത്യേന മത്കഥാശ്രവണേന ച സർവഭൂതസമത്വേന നിർവൈരേണ പ്രസംഗതഃ ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസ യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോ മിതഭുങ്മുനിഃ വിവിക്തശരണഃശാന്തോ മൈത്രകരുണ ആത്മവാൻ സാനുബന്ധേ ച ദേഹേസ്മിൻ കുർവന്ന സദാഗ്രഹം ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്യ ച നിവൃത്തബുദ്ധ്യവസ്ഥാനോ ദൂരീഭൂതാന്യദർശനഃ ഉപലഭ്യാത്മനാത്മാനം ചക്ഷുഷേർവാർക്കമാത്മദൃക് മുക്തലിംഗം സദാഭാസം അസതി പ്രതിപദ്യതേ സദോ ബന്ധുമസശ്ചക്ഷുഃ സർവാനുസ്യൂതമദ്വയം. സംസാരം സങ്കടസ്ഥാനമെന്നും അതിൽ നിന്നും മോചിക്കണമെന്നും ആഗ്രഹിക്കുന്ന വിവേകിയായ പുരുഷൻ അഹിംസാദികളെ ശ്രദ്ധയോടുകൂടെ അഭ്യസിക്കണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയെല്ലാം യമാദികൾ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്നുവെന്നറിയണം. ഈശ്വരനായ എന്നിൽ പ്രതിഫല കാംക്ഷയോടു കൂടാതിരിക്കുന്ന പരമപ്രേമത്തെ ഉറപ്പിക്കണം. എൻ്റെ കഥാശ്രവണാദികളിൽ മനസ്സിനെ സ്ഥിരപ്പെടുത്തണം. ശ്രവണം, കീർത്തനം, സ്മരണം, സേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നീ 9 വിധത്തിലുള്ള ഭക്തിചിഹ്നങ്ങളെ സമയോചിതം പോലെ സേവിച്ചുകൊണ്ടിരിക്കണം. സർവഭൂതങ്ങളിലും ഭേദമില്ലാതെ വസിക്കുന്ന പരമാർത്ഥ ചൈതന്യത്തെ തന്നെ കാണണം. സ്ഥൂലോപാധി ഭേദങ്ങളെ അനുസരിച്ചുള്ള ഉച്ചനീചഭാവം ഭൂതങ്ങളിൽ ഉണ്ടാകാതിരിക്കണം. ആരെക്കുറിച്ചും വൈരമുണ്ടാകരുത്. ഒരു വിഷയത്തിലും അത്യാസക്തിയെ വയ്ക്കരുത്. സ്ത്രീദർശനം, സ്പർശനം, സംഭാഷണം മുതലായവയെ വർജിക്കലാകുന്ന 8 വിധമായിരിക്കുന്ന ബ്രഹ്മചര്യത്തെ ദീക്ഷിക്കണം. ആവശ്യമില്ലാതെ വാഗ്വ്യവഹാരം ചെയ്യരുത്. അവരവരുടെ വർണ്ണാശ്രമാദികളെ അനുസരിച്ചുള്ള പ്രവൃത്തികളെ ഈശ്വരനായ എന്നെ പ്രസാദിപ്പിക്കുവാനുള്ള പൂജയാണെന്നുള്ള ഉറപ്പോടുകൂടെ അനുഷ്ഠിക്കണം. പ്രാരബ്ധാനുസരണം വന്നുചേരുന്ന പദാർത്ഥങ്ങളെ കൊണ്ട് സന്തോഷിക്കണം. അങ്ങനെ സിദ്ധിക്കുന്നതായാൽ കൂടെ അധികം ഭക്ഷിക്കരുത്. പ്രാണധാരണത്തിനു വേണ്ടുന്ന ആഹാരം മാത്രമേ സ്വീകരിക്കാവൂ. അതിലധികമായാൽ രോഗാദിപീഠകൾ വന്നുചേരും. എപ്പോഴും വിചാരശീലനായിരിക്കണം. ജനത്തിരക്കില്ലാത്തതായ ഏകാന്തത്തിലിരുന്ന് ആത്മസ്വരൂപത്തെ നിരൂപിക്കണം. രാഗാദിവൃത്തികൾ ഉദിക്കുമ്പോൾ അവയെ ദോഷഹേതുവെന്ന വിചാരത്താൽ അടക്കണം. അതാണ് ശാന്തിക്കുള്ള മാർഗം. സർവപ്രാണികൾക്കും ഹിതത്തെ മാത്രമേ ചിന്തിക്കാവൂ. പ്രതിഫലേച്ഛ കൂടാതെ തന്നെ പരദുഃഖത്തെ നിരാകരിപ്പാൻ പരിശ്രമിക്കുന്നതായ സ്വരൂപത്തോടുകൂടിയ കരുണയെന്ന വൃത്തിയെ പുഷ്ടിപ്പെടുത്തണം. ഇന്ദ്രിയങ്ങളുടെ അധീനത്തിൽ അകപ്പെടാതിരിപ്പാനുള്ള ധൈര്യത്തെ ബലമായി ഉറപ്പിക്കണം. പുത്രമിത്ര കളത്രങ്ങളിൽ എൻ്റേതെന്നും തുച്ഛമായ ശരീരത്തിൽ ഞാനെന്നുമുള്ള ഭാവത്തെ പരിത്യജിക്കണം. പ്രകൃതികാര്യങ്ങളായ ദേഹേന്ദ്രിയാദികളുടെയും അതിൽ വസിക്കുന്ന ജീവാത്മാവിൻ്റെയും സ്വരൂപഭേദത്തെ നിരൂപണം ചെയ്ത് സാക്ഷാത്തായി ധരിക്കണം. അങ്ങനെ ധരിക്കുന്നതിനാൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളും ബുദ്ധിയുടെ വ്യാപാരഭേദം നിമിത്തം ഉണ്ടാകുന്നതാണെന്നും ഈ അവസ്ഥകളുടെ സാക്ഷിയാണ് ജീവചൈതന്യം എന്നും അറിയണം. ഈ ചൈതന്യത്തെ അല്ലാതെ തൽഭിന്നമായിരിക്കുന്ന ദേഹാദികളെ സത്വത്തേന കാണരുത്. ആത്മാവ് ലിംഗദേഹത്തിൽ നിന്നും വിട്ടിരിക്കുന്ന ജ്ഞാനസ്വരൂപനാകുന്നു. വികസിച്ചും സങ്കോചിച്ചും കൊണ്ടിരിക്കുന്ന അസത്തായ അന്ധഃകരണത്തിൽ വികാസ സങ്കോചങ്ങളുടെ സാക്ഷിയായിട്ടും സത്യസ്വരൂപനായിട്ടും വസിക്കുന്ന ചൈതന്യമാണ് ആത്മസ്വരൂപം എന്ന് വൃത്തിജ്ഞാനത്താൽ അറിയണം. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടിയ നേത്രത്താൽ ആകാശസ്ഥിതനായ സൂര്യനെ അറിയുന്നതുപോലെ ബുദ്ധിവൃത്തിയിൽ വ്യാപിച്ചിരിക്കുന്ന അഹം പ്രത്യയത്തിന് ആശ്രയമായിരിക്കുന്ന ശുദ്ധസ്വരൂപനും അസത്തായ ദേഹേന്ദ്രിയാദികളെ പ്രകാശിപ്പിക്കുന്നവനും സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന സർവാത്മസ്വരൂപനുമായിട്ട് ആത്മാവിനെ സാക്ഷാത്തായി അറിഞ്ഞുകൊള്ളണം. യഥാ ജലസ്ഥ ആഭാസഃ സ്ഥലസ്ഥേനാവദൃശ്യതേ സ്വാഭാസേന തഥാ സൂര്യോ ജലസ്ഥേന ദിവി സ്ഥിതഃ ഏവം ത്രിവൃദഹങ്കാരോ ഭൂതേന്ദ്രിയമനോമയൈഃ സ്വാഭാസൈർലക്ഷിതോനേന സദാഭാസേന സത്യദൃക്. അഹങ്കാരത്തോട് ചേർന്നിരിക്കുന്ന ആത്മപ്രതിബിംബത്താൽ ബ്രഹ്മജ്ഞാനം അനുഭവപ്പെടുന്ന രീതിയെ ദൃഷ്ടാന്തരൂപേണ ബോധിപ്പിക്കുകയാണ്.
ആകാശത്തിൽ പ്രകാശിക്കുന്ന സത്യസ്വരൂപനായ സൂര്യൻ ജലത്തിൽ പ്രതിഫലിക്കുന്നു. അതിൽ നിന്നുണ്ടാകുന്ന പ്രകാശം ഗൃഹാന്തർഭാഗത്തിലുള്ള ഭിത്തിയിൽ കാണപ്പെടുന്നു. ആ പ്രകാശം കാണുന്ന ഗൃഹസ്ഥിതനായ പുരുഷൻ ഈ വെളിച്ചം കാണപ്പെടുന്നതിന് കാരണമെന്തെന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ജലത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന സൂര്യബിംബത്തെ കാണുന്നു. ആ പ്രതിബിംബം എവിടെ നിന്നുണ്ടായി എന്ന് പിന്നെ ആലോചിക്കുമ്പോൾ ആകാശത്തിൽ നിൽക്കുന്ന യഥാർത്ഥ സൂര്യനെയും കാണുന്നു. ഇതുപോലെ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ ജഡങ്ങൾ ഓരോ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നതിനും ശബ്ദാദി വിഷയങ്ങളെ അറിയുന്നതിനും കാരണം എന്താണെന്ന് ആലോചിക്കുന്നവന് അഹങ്കാരാവച്ഛിന്നമായ ജ്ഞാനപ്രകാശം ദേഹേന്ദ്രിയ മനസ്സുകളിൽ പ്രതിഫലിച്ചതുകൊണ്ടാണെന്നറിയാം. അഹങ്കാരത്തിൽ കാണപ്പെടുന്ന ബ്രഹ്മത്തിൻ്റെ ആ പ്രതിബിംബത്തിൽ കൂടെ സത്യമായും ശുദ്ധമായും സർവാശ്രയവുമായിരിക്കുന്ന പരമാത്മാവിനെയും അറിയാം. ഇങ്ങനെ ആത്മസാക്ഷാത്കാരം സമ്പാദിക്കുവാൻ സാധിക്കും. യഥാർത്ഥ സൂര്യൻ, അതിൽ നിന്ന് ജലത്തിൽ പ്രതിബിംബം, ആ പ്രതിബിംബത്തിൻ്റെ പ്രകാശം ഭിത്തിയിൽ, ആ പ്രകാശദ്വാര ഗൃഹത്തിൽ വസിക്കുന്ന പുരുഷൻ ജലഗത പ്രതിബിംബത്തെയും അതിൽ കൂടെ ആകാശഗത സൂര്യനെയും കാണുന്നതുപോലെ ദേഹേന്ദ്രിയാദികളുടെ വിഷയവ്യാപാരങ്ങളാൽ അഹങ്കാരത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ പ്രതിബിംബത്തെയും ആ പ്രതിബിംബത്തിൽ കൂടെ യഥാർത്ഥമായും ഒന്നോടും ചേരാതെയുമിരിക്കുന്ന ബ്രഹ്മത്തെയും അറിയാം. ഭൂതസൂക്ഷ്മേന്ദ്രിയമനോബുദ്ധ്യാദിഷു ഇഹ നിദ്രയാ ലീനേഷ്വസതിയസ്തത്ര വിനിദ്രോ നിരഹംക്രിയഃ. ആകാശാദി പഞ്ചമഹാഭൂതങ്ങൾ, ശബ്ദാദികളായ സൂക്ഷ്മഭൂതങ്ങൾ അല്ലെങ്കിൽ തന്മാത്രങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കൂടി 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഞാനെന്നുള്ള ഭാവരൂപമായ അഹങ്കാരം എന്നിവയെല്ലാം നിദ്രനിമിത്തം അവ്യാകൃതമായ അജ്ഞാനത്തിൽ ലയിച്ചിരിക്കുന്ന സമയത്തിൽ സുഷുപ്തി എന്ന് പറയപ്പെടുന്ന ഈ അവസ്ഥയിൽ യാതൊരുവൻ യാതൊരുവിധമായ ശുദ്ധജ്ഞാനം ഉറക്കത്തിൽ അകപ്പെടാതെയും സുഖരൂപമായ സുഷുപ്തിയുടെ സാക്ഷിയായും ഞാൻ എന്നുള്ള ഭാവം കൂടാതെയും സ്വയമേവ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ സ്വപ്രകാശാനന്ദ സ്വരൂപൻ തന്നെ ആത്മാവ് എന്നുള്ള അനുഭവം ഏവർക്കും സുഷുപ്തി അവസ്ഥയിൽ നിന്നുണ്ടാകുവാൻ എന്തു വിരോധം? അവസ്ഥാത്രയ വിലക്ഷണനും സുഷുപ്തി സാക്ഷിയുമായിരിക്കുന്ന ആത്മാവാകുന്നു ഞാനെന്നുള്ള ദൃഢബോധത്താൽ ദേഹേന്ദ്രിയാദികളിൽ നിന്ന് വേറിട്ടവനായി ഭാവിക്കുന്നത് തന്നെ സംസാരമോക്ഷം. മന്യമാനസ്തദാത്മാനം അനഷ്ടോ നഷ്ടവന്മൃഷ നഷ്ടേഹങ്കരേണ ദ്രഷ്ട നഷ്ടവിത്ത ഇവാതുരഹ. ജാഗ്രതാവസ്ഥയിൽ ശബ്ദാദികളായ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളിൽ കൂടെ ജീവാത്മാവ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനാൽ ദ്രഷ്ടാവ് എന്ന നിലയിൽ സ്പഷ്ടമായി പ്രകാശിക്കുന്നു. സ്വപ്നാവസ്ഥയിലും സൂക്ഷ്മവൃത്തികളുള്ളതിനാൽ അവയെ അനുഭവിക്കുന്നവൻ എന്ന നിലയിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സുഷുപ്തിയിലാകട്ടെ വിഷയങ്ങളെല്ലാം ലയിച്ചതിനാൽ കാണത്തക്കതും കേൾക്കത്തക്കതുമായിട്ടൊന്നുമില്ല. അപ്പോൾ അഹങ്കാരം അടങ്ങിയിരിക്കുന്നു. അതിനാൽ ദ്രഷ്ടാവ് എന്ന സ്ഥാനവും ഇല്ലാതായി. എങ്കിലും സ്വരൂപമായിരിക്കുന്ന ജ്ഞാനാനന്ദാത്മാവായിട്ട് വിളങ്ങുന്നതിനാൽ തനിക്ക് നാശമുണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. എങ്കിലും അജ്ഞാനാവൃതനായിരിക്കുന്നതിനാൽ സ്വയം നഷ്ടൻ എന്ന പോലെ വിചാരിക്കുന്നതിനാൽ അവിടെ അഹം എന്നുള്ള ബോധം ആച്ഛാദിതമായിരിക്കുന്നു. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ഇല്ലാത്തതുപോലെ തോന്നുന്നത്. അഹങ്കാരാദികളുടെ താൽക്കാലികമായ ലയം നിമിത്തം ദ്രഷ്ടാവായ ആത്മാവിനെ ദൃശ്യമില്ലാത്തതായി ഭവിച്ചതിനാൽ ആത്മാവും ഇല്ലാത്തതുപോലെ തോന്നുക മാത്രമാണ്. വാസ്തവത്തിൽ ഇല്ലാതായിട്ടില്ല. ഒന്നിൻ്റെ നാശം മറ്റൊന്നിൻ്റെ നാശത്തിന് കാരണമായിരിക്കുന്നതിനെ ലൗകികമായ ഒരു ദൃഷ്ടാന്തത്താൽ ബോധിപ്പിക്കാം. അധികം ധനത്തോടുകൂടിയിരിക്കുന്ന ഒരുവൻ ഞാൻ ധനികൻ എന്ന് അഭിമാനിച്ചിരുന്നു. അവൻ്റെ ധനം മുഴുവനും നശിച്ചു. അവൻ ജീവനോടുകൂടെ ഇരിക്കുന്നുവെങ്കിലും ദുഃഖാധിക്യം നിമിത്തം ധനനാശത്തെ തൻ്റെ നാശം എന്നതുപോലെ വിചാരിച്ച് വ്യാകുലനായിത്തീരും. ഇതുപോലെ ജീവനും സുഷുപ്തിയിൽ വിഷയങ്ങളുടെ നാശം നിമിത്തം സ്വയമേവ നഷ്ടൻ എന്ന പോലെ വിചാരിക്കുന്നതിനാൽ ആ അവസ്ഥയിൽ ഇല്ലാത്തതുപോലെ തോന്നുന്നതല്ലാതെ വാസ്തവത്തിൽ ഇല്ലാതെ ആയിട്ടില്ലെന്നുള്ളത് അനുഭവമായിരിക്കുന്നില്ലേ? ഏവം പ്രത്യവമിഷ്യാസൗ ആത്മാനം പ്രതിപദ്യതേ സാഹങ്കാരസ്യ ദ്രവ്യസ്യ യോവസ്ഥാനമനുഗ്രഹഃ. വിവേകമുള്ള പുരുഷൻ ഇപ്രകാരമുള്ള ആലോചനകളാൽ ജീവഭാവത്തിൽ നിന്ന് മുക്തനായിട്ട് പരമാത്മസ്വരൂപനായി ഭവിക്കുന്നു.
കാര്യകാരണ സംഘാത രൂപമായിരിക്കുന്ന ഈ ശരീരം യാതൊരു പരമാർത്ഥ ചൈതന്യത്തെ ആശ്രയിച്ചു നിൽക്കുന്നുവോ, യാതൊരു ചൈതന്യം ഈ ശരീരത്തെ വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കുന്നുവോ, ആ ചൈതന്യം തന്നെ ഞാനെന്ന പരമാർത്ഥ ജ്ഞാനത്തെ പ്രാപിക്കുന്നു. ദേവഹൂതിരുവാച പുരുഷം പ്രകൃതിർബ്രഹ്മൻ ന വിമുഞ്ചതി കർഹിജിത് അന്യോന്യാഭാശ്രയത്വാച്ച നിത്യത്വാദനയോ പ്രഭോ യഥാഗന്ധശ്ച ഭൂമേശ്ച ന ഭാവോ വ്യതിരേകതഃ അഭാം രസസ്യ ച യഥാ തഥാ ബുദ്ധേ പരസ്യ ച അകർത്തു കർമ്മബന്ധോയം പുരുഷസ്യ യഥാശ്രയഃ ഗുണേഷു സത്സു പ്രകൃതേഃ കൈവല്യം തേഷ്വതഃ കഥം ക്വചിത്തത്വാവമർശേന നിവൃത്തം ഭയമുൽബണം അനിവൃത്തനിമിത്തത്വാത് പുനഃപ്രത്യവതിഷ്ഠതേ. ഹേ ബ്രഹ്മസ്വരൂപനും ശിഷ്യന്മാരെ ബോധിപ്പിക്കുന്നതിൽ സമർത്ഥനുമായ ഭഗവൻ, അങ്ങുപദേശിച്ചതായ സംസാരമോക്ഷം ജീവന് സിദ്ധിക്കുന്നത് എങ്ങനെയാണെന്നുള്ള സംശയം എന്നെ വിട്ടുപിരിയാതെ ഇരിക്കുന്നതിനാൽ എൻ്റെ അസംഭാവനയെന്ന ബുദ്ധിദോഷത്തെ തീർത്തു തരുവാൻ കരുണയുണ്ടാകണമേ എന്ന ദേവഹൂതി യാചിക്കുന്നു. ഉപദേശിച്ചതിൽ നിന്ന് ഞാൻ ധരിച്ചതിൽ നിന്നുണ്ടായ അസംഭാവനയുടെ സ്വരൂപത്തെ ഞാൻ ഉണർത്തിക്കുന്നതിനെ സകരുണം ശ്രവിക്കണം. പ്രകൃതി ജഡമായതുകൊണ്ട് പുരുഷനെ ആശ്രയിക്കാതെ സ്വയമേവ ചേഷ്ടിക്കുന്നതിന് സമർത്ഥയല്ല. പുരുഷനെ പ്രകാശിക്കുന്നതിന് പ്രകൃതി കാര്യമായ ബുദ്ധിതത്വത്തോട് ചേരുകയും വേണം. പുരുഷനും പ്രകൃതിക്കും നാശവുമില്ല. അന്യോന്യാശ്രയത്താൽ നിലനിൽക്കുകയും പ്രകാശിക്കുകയും ചെയ്യുന്നു. പ്രകൃതി നിത്യയായതുകൊണ്ട് പ്രകൃതി കാര്യങ്ങളായ സത്വാദി ഗുണങ്ങളും നിത്യങ്ങൾ തന്നെ. അതുനിമിത്തമുണ്ടാകുന്ന പുണ്യപാപ കർമ്മങ്ങളും നിത്യങ്ങളായിരിക്കണം. അപ്പോൾ അന്ധഃകരണത്തെ ആശ്രയിച്ചു വിളങ്ങുന്ന ജീവാത്മാവിന് പുണ്യപാപ കർമ്മഫലങ്ങളായ സുഖദുഃഖങ്ങളെ അനുഭവിക്കുവാൻ ഉപകരിക്കുന്ന ദേവമനുഷ്യാദി യോനികളിൽ ജനിക്കാതെയും മരിക്കാതെയും വീണ്ടും ശരീരാദികളെ എടുക്കാതെയും കഴിയുകയില്ലെന്ന് വരുന്നു. അപ്പോൾ സംസാരത്തിൽ നിന്നുള്ള മോചനം എങ്ങനെ സിദ്ധിക്കും? ജലത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന സൂര്യദൃഷ്ടാന്തത്തെ അനുസരിച്ചുള്ള തത്വചിന്ത ദുർലഭം ചില പുരുഷന്മാർ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അപ്പോൾ അല്പസമയത്തേക്ക് ജന്മമരണാദിരൂപമായ മഹാഭയം അവരെ ബാധിക്കാതെയും വരാം എന്നു മാത്രമല്ലാതെ ജന്മമരണാദികളുടെ മൂലകാരണമായ പുണ്യപാപ കർമ്മങ്ങളോടുള്ള സംബന്ധവും അതിനു കാരണമായ പ്രകൃതി കാര്യ സത്വാദി ഗുണങ്ങളും ജീവനെ വിട്ടു തീരെ പിരിയാത്തതുകൊണ്ട് ആത്യന്തികമായ ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിയുമാകുന്ന മോക്ഷം അസംഭാവ്യമെന്ന പോലെ തോന്നുന്നു. ഈ സംശയത്തെ അങ്ങ് തീർത്തരുളി ചെയ്യണം. ശ്രീ ഭഗവാനുവാച അനിമിത്തനിമിത്തേന സ്വധർമ്മേണ മലാത്മന തീവ്രയാ മയി ഭക്ത്യാജ ശ്രുതസംഭൃതയോചിരം ജ്ഞാനേന ദൃഷ്ടതത്വേന വൈരാഗ്യേണ ബലീയസ തപോയുക്തേന യോഗേന തീവ്രേണാത്മസമാധിന പ്രകൃതിപുരുഷസ്യേഹ ദഹ്യമാനാത്വഹർനിശം തിരോപവിത്രീശനകൈർ അഗ്നേയോ നിരവാരിണി. ഭഗവാൻ അരുളി ചെയ്യുന്നു, ജീവൻ്റെ ബന്ധകാരണം പ്രകൃതി ഗുണങ്ങളായ സത്വാദികളുടെ നിലനിൽപ്പ് മാത്രമല്ല, സത്വാദി ഗുണകാര്യങ്ങളായ ദേഹേന്ദ്രിയാദികളിലും പുണ്യപാപ കർമ്മങ്ങളിലും അഭിമാനമാണ് ബന്ധഹേതു. ആ അഭിമാനം ഉണ്ടാകുന്നതോ ഭഗവാന്റെ ശക്തിയായ അവിദ്യ നിമിത്തവുമാകുന്നു. അവിദ്യാനാശത്തിൽ അഭിമാനം നശിക്കും. അഭിമാനം നശിച്ചാൽ മോക്ഷവും സിദ്ധിക്കും. അവിദ്യാനാശമോ എന്നെ സർവാത്മനാ ശരണം പ്രാപിക്കുന്നതിനാൽ സംഭവിക്കും. അതിനാൽ എന്നെ ഭജിക്കുന്നത് തന്നെ ജീവൻ്റെ സംസാരമോക്ഷത്തിനുള്ള പ്രധാന സാധനം എന്നുപദേശിച്ചുകൊണ്ട് ദേവഹൂതിയുടെ സംശയത്തെ തീർക്കുവാൻ കരുണയോടുകൂടിയ ഭഗവാൻ ഭജിപ്പാൻ ആവശ്യമുള്ള ബഹുവിധ സാധനങ്ങളെ ഉപദേശിക്കുന്നു. സർവോത്കൃഷ്ടമായ മനുഷ്യ ശരീരം ലഭിച്ചിരിക്കുന്ന ജീവൻ വർണ്ണാശ്രമോചിതങ്ങളായ സ്വധർമ്മങ്ങളെ ബലകാംക്ഷ കൂടാതെ ഈശ്വരപ്രസാദത്തിനായി കൊണ്ട് ആചരിക്കുമ്പോൾ കാമാതിവൃത്തികളാകുന്ന ദോഷങ്ങൾ നീങ്ങിത്തുടങ്ങും. അപ്പോൾ ബുദ്ധിദോഷം നശിച്ചു. ചാഞ്ചല്യമിൽ എന്നുള്ള ദോഷം നശിക്കുന്നത് തന്നെ ബുദ്ധിയുടെ നൈർമല്യം. നിർമ്മല ചിത്തത്തോടുകൂടെ ഈശ്വരൻ്റെ അവതാര ചരിത്രങ്ങളെ ശ്രദ്ധയാ കേൾക്കണം. ബഹുകാല ശ്രവണത്താൽ എന്നിൽ പ്രേമം അങ്കുരിക്കും. ക്രമത്തിൽ അത് ബലപ്പെട്ടു വരും. അപ്പോൾ പ്രകൃതി കാര്യങ്ങളായ വിഷയങ്ങൾ നശിക്കുന്നവയാണെന്നും
ജ്ഞാനസ്വരൂപനായ ആത്മാവ് നിത്യനാണെന്നുമുള്ള അറിവ് ഉദിക്കും. അതുനിമിത്തം അനിത്യങ്ങളായ സംസാര ദുഃഖങ്ങളിൽ ആസക്തി കുറഞ്ഞു വരും. അതുതന്നെ വൈരാഗ്യം എന്ന് പറയപ്പെടുന്ന സാധനം. അത് ബലമായി ഉറയ്ക്കുന്തോറും ആനന്ദസ്വരൂപനായ ആത്മാവിൻ്റെ സ്ഫുരണരൂപമായ വെളിച്ചവും ആനന്ദാനുഭവവും ഉത്ഭവിക്കും. ആഹാരാദികളിൽ ദൃഢമായുണ്ടായിരുന്ന അഭിമാനത്തിൻ്റെ മുറുക്കം കുറഞ്ഞു കുറഞ്ഞ് ശിഥിലമായി വരുംതോറും ചിത്തത്തിൻ്റെ മേൽനോട്ടം ആത്മസ്വരൂപത്തെക്കുറിച്ചു തന്നെയായി വരും. അത് ബലപ്പെട്ടു വരുന്നതിനെ തന്നെ സമാധി എന്ന് പറയുന്നു. സമാധി നിമിത്തം ആത്മാനന്ദമാകുന്ന അമൃതദ്രവം അന്ധഃകരണത്തിൽ കൂടെ ഇന്ദ്രിയങ്ങളിലേക്കും ശരീരത്തിലേക്കും ഒഴുകിത്തുടങ്ങും. അണകെട്ടി നിർത്തിയിരിക്കുന്ന ജലം വാർച്ചാലുകളിൽ കൂടെ ഉണക്കം തട്ടി തുടങ്ങിയിരിക്കുന്ന വയലുകളിൽ പ്രവേശിക്കുമ്പോൾ തളിർത്തു പൂത്തു കായ്ക്കുന്ന സസ്യാദികളെപ്പോലെ നിരന്തരം അവിദ്യ നിമിത്തം തപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും പ്രശോഭയെ പ്രാപിക്കുകയും അന്ധഃകരണാദികളെ തപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയാശാരൂപമായ അഗ്നി ശമിക്കുകയും ചെയ്യും. ഇപ്രകാരം അവിദ്യാവസ്ഥയിൽ ദുഃഖപ്രദമായിരിക്കുന്ന പ്രകൃതി ഏതു വഴിക്കാണ് ഒളിച്ചോടിപ്പോയത് എന്നറിയാത്ത വിധത്തിൽ കാൺമാലില്ലെന്ന് ജീവൻ അനുഭവപ്പെടും. അഗ്നിയുടെ ഉത്ഭവത്തിന് കാരണമായിരുന്ന അരണിയെന്നു പറയപ്പെടുന്ന കാഷ്ടം അഗ്നിയുടെ ജ്വലനത്താൽ ക്രമത്തിൽ നശിക്കുന്നതുപോലെ വിദ്യയാകുന്ന അഗ്നിയുടെ പ്രകാശം നിമിത്തം അവിദ്യാകാര്യമായിരിക്കുന്ന വിഷയവാസനകളും അശുദ്ധമായ അന്ധഃകരണവും നശിക്കും. ഇങ്ങനെ ജീവന് പ്രകൃതിയോടുള്ള സംബന്ധത്തിനും തജ്ജന്യമായി അഭിമാനത്തിനും ശൈഥില്യം ഭവിക്കുന്ന സമയത്തിൽ പ്രാപഞ്ചികമായി സുഖദുഃഖങ്ങളുടെ സ്ഫുരണം പോലും ഇല്ലാതെയാവുകയും സ്വരൂപഭൂതമായ ജ്ഞാനപ്രകാശം അനുഭവപ്പെടുകയും ചെയ്യും. ഭുക്തഭോഗ പരിത്യക്ത ദൃഷ്ടദോഷാജ നിത്യശഃ നേശ്വരസ്യാശുഭം ദത്തേ സ്വേ മഹിം നിസ്ഥിതസ്യ ച. പ്രകൃതി കാര്യങ്ങളായ സത്വാദി ഗുണവൃത്തികളും പ്രകൃതിയും സുഷുപ്തിയിൽ മറഞ്ഞിരിക്കുന്നുവെങ്കിലും ജാഗ്രതവസ്ഥയിൽ വീണ്ടും ഉത്ഥാനം ചെയ്ത് പുണ്യപാപരൂപങ്ങളായ കർമ്മങ്ങളിൽ ജീവനെ ഏർപ്പെടുത്തുന്നതുപോലെ സമാധിയിൽ നിന്നുണരുമ്പോൾ വീണ്ടും പ്രകൃതി പുരുഷനെ ബാധിക്കുകയില്ലയോ എന്ന് ശങ്കിക്കേണ്ട. സുഷുപ്തിയിൽ ഗുണങ്ങളും വിഷയങ്ങളും നിദ്രനിമിത്തം ലയിക്കുകയാണുണ്ടായത്. നിദ്രാനാശത്തിൽ വീണ്ടും പുറപ്പെടും. സമാധിയിൽ അങ്ങനെയല്ല. അവിദ്യയാകുന്ന അന്ധകാരം വിദ്യയാകുന്ന പ്രകാശനിമിത്തം തീരെ ഇല്ലാതായി ഇനി രണ്ടാമതുണ്ടാവുകയില്ല എന്നുപദേശിക്കുന്നു. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതവസ്ഥയെ പ്രാപിച്ചാലും പുരുഷൻ വിവേകിയായി ഭവിച്ചിരുന്നില്ല. ഇപ്പോളാകട്ടെ പുരുഷൻ വിവേകമുള്ളവനായി ഭവിച്ചു. ജന്മജന്മാന്തര സംസ്കാരം നിമിത്തം പ്രകൃതികാര്യങ്ങളായ വിഷയങ്ങളെ ആശ്രയിച്ചതുകൊണ്ട് അനുഭവിപ്പാൻ ബാധ്യതപ്പെട്ട സ്വർഗനരക ലോകങ്ങളിൽ നിന്ന് സിദ്ധിക്കാവുന്ന സുഖദുഃഖങ്ങളുടെ അനുഭവവും അതിൽ തീരെ വൈരാഗ്യവും ജനിച്ചു കഴിഞ്ഞു. പുണ്യവും പാപവും തന്നിമിത്തം ലഭിക്കുന്ന സ്വർഗവും നരകവും ഒരുപോലെ അനിത്യങ്ങളും അനർത്ഥാവഹങ്ങളുമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അത് നിമിത്തം ആ വക അനർത്ഥങ്ങളും കാരണമായ പ്രകൃതിയോടുള്ള ബന്ധത്തെ തീരെ പരിത്യജിച്ചപ്പോൾ പ്രതിബന്ധങ്ങളുടെ നാശം നിമിത്തം ആത്മാവിൻ്റെ ആനന്ദമാകുന്ന ഐശ്വര്യം അനുഭവപ്പെട്ടു. അതിൽ ഉറച്ചിരിക്കുന്ന പുരുഷൻ ഇപ്പോൾ അവിദ്യാകിങ്കരനല്ല, സ്വതന്ത്രനായിരിക്കുന്നു. ദാസനായിരുന്ന കാലത്തിൽ ഉപദ്രവം ഏൽപ്പിച്ചിരുന്ന പ്രകൃതി ഈശ്വരനായിരിക്കുന്ന ഈ പുരുഷൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ പോലും സമർത്ഥയല്ല. അതിനാൽ ജന്മമരണരൂപമായ അശുഭത്തെ രണ്ടാമത് ജനിപ്പിക്കുന്നതിന് സമർത്ഥയുമല്ല. അതിനാൽ വൈരാഗ്യ ഭക്തിജ്ഞാന സാധനങ്ങളുടെ സമ്പത്തി നിമിത്തം നശിച്ചു പോകുന്ന പ്രകൃതിയുടെ ഉത്ഥാനത്തെക്കുറിച്ച് ശങ്കിക്കുക പോലും ചെയ്യേണ്ട. യഥാഹ്യപ്രതിബുദ്ധസ്യ പ്രസ്വാപോ ബഹ്വനർത്ഥഭൃത് സയേവ പ്രതിബുദ്ധസ്യ ന വൈമോഹായ കൽപ്പതേ. ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ കാണുന്ന സ്വപ്നം അപ്പോൾ ഭയസന്തോഷാദിഭാവങ്ങളെ ജനിപ്പിക്കുന്നുവെങ്കിലും ഉണർന്നതിൻ്റെ ശേഷം സംസ്കാരവശാൽ ഓർമ്മയിൽ വരുന്ന അതേ സ്വപ്നകാര്യം ഭയസന്തോഷാദിഭാവങ്ങളെ ജനിപ്പിക്കുന്നില്ല എന്നുള്ളത് നിത്യാനുഭവമല്ലേ? അതുപോലെ അജ്ഞാനാവസ്ഥയിൽ ജനനമരണ ക്ലേശമൂല കാരണമായ പ്രകൃതി ജ്ഞാനോദയാനന്തരം ആവക അനർത്ഥങ്ങളെ ജനിപ്പിക്കുകയില്ലെന്ന് ധരിക്കണം. ഏവം വിദിത തത്വസ്യ പ്രകൃതിർമയി മാനസം യുഞ്ജതോ നാപകുരുത ആത്മാരാമസ്യ കർഹ്യജിത്. സ്വപ്നാവസ്ഥയിൽ പറഞ്ഞ ദൃഷ്ടാന്തപ്രകാരം ഏതൊരു പുരുഷൻ പ്രകൃതിയുടെയും ഈശ്വരൻ്റെയും പരമാർത്ഥാവസ്ഥയെ നന്നായി അറിഞ്ഞ ശേഷം പ്രകൃതി കാര്യങ്ങളിൽ ആസക്തിയെ തീരെ ഉപേക്ഷിച്ച് ഈശ്വരനായ എന്നിൽ മാനസത്തെ ഉറപ്പിച്ച്
സ്വരൂപാനന്ദാനുഭവത്താൽ സംതൃപ്തിയെ പ്രാപിച്ചിരിക്കുന്നുവോ, ആത്മാരാമനായ ആ പുരുഷന് പുനർജന്മ മരണാദിക്ലേശങ്ങളെ ജനിപ്പിക്കുവാൻ പ്രകൃതി സമർത്ഥയായി ഭവിക്കുന്നില്ല. യദൈവമധ്യാത്മരതഃ കാലേന ബഹുജന്മന സർവത്ര ജാത വൈരാഗ്യ ആബ്രഹ്മഭുവനാൻ മുനിഃ മദ്ഭക്തപ്രതിബുദ്ധാർത്തോ മത്പ്രസാദേന ഭൂയസ നിശ്രേയസം സ്വസംസ്ഥാനം കൈവല്യാഖ്യം മദാശ്രയം പ്രാപ്നോതിഹാഞ്ജസാ ധീരഃ സുദൃശാ ഛിന്ന സംശയഃ യദ്ഗത്വാ ന നിവർത്തേത യോഗീ ലിംഗാദ്വിനിർഗമേ. കപില ഭഗവാൻ ഉപദേശത്തെ സംഹരിക്കുന്നു. ഇപ്രകാരം ആത്മാവിൽ രമിക്കുന്നവനായിരിക്കുന്ന കാലം വരെ ഭക്ത്യാദി സാധനങ്ങളെ ആചരിച്ചു കൊള്ളണം. അങ്ങനെ ബഹുജന്മങ്ങൾ കഴിയുമ്പോൾ സംസ്കാരവശാൽ ആത്മരതനായി ഭവിക്കും. അപ്പോൾ ബ്രഹ്മലോകം വരെയുള്ള സർവ്വലോകങ്ങളിലും അവിടെ ഉണ്ടാകുന്ന സുഖഭോഗങ്ങളിലും ആസക്തിയില്ലാത്തവനായി തീവ്ര വൈരാഗ്യയുക്തനായി വരും. അപ്പോൾ സർവേശ്വരനായ എന്നിൽ നിരതിശയപ്രേമയുക്തനായിരിക്കും. അപ്പോൾ പരമപുരുഷാർത്ഥമെന്ന് പറയപ്പെടുന്നത് എന്താണെന്നുള്ള ബോധം വേണ്ടതുപോലെ ഉണ്ടാകും. അത് നിമിത്തം ബലവത്തായിരിക്കുന്ന എൻ്റെ അനുഗ്രഹം ലഭിപ്പാൻ യോഗ്യനാകും. അതുനിമിത്തം എൻ്റെ സ്വരൂപഭൂതൻ തന്നെ അവൻ എന്നുള്ള അനുഭവം ഉദിക്കും. സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമല്ലാതെയും അതിനാൽ തന്നെ എൻ്റെ സ്വരൂപമായും കൈവല്യം എന്ന ശബ്ദത്താൽ പറയപ്പെടുന്ന യോഗ്യമായുമിരിക്കുന്ന പരമപുരുഷാർത്ഥത്തെ അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ പ്രയാസം കൂടാതെ പ്രാപിക്കുന്നു. ജ്ഞാനാനന്ദ സ്വരൂപനായി ഭവിക്കുന്നു. പ്രാരബ്ധാവസാനത്തിൽ അജ്ഞാതരൂപമായ കാരണശരീരത്തിൽ നിന്ന് മുക്തനായിരിക്കുന്ന ആ യോഗി ആ സ്ഥാനത്തിൽ നിന്ന് പിന്നെ ജനനമരണ രൂപമായിരിക്കുന്ന സംസാരത്തെ പ്രാപിക്കുന്നില്ല. യഥാന യോഗോപചിതാസു ചേതോ മായാസു സിദ്ധസ്യ വിഷജ്ജതേംബ അനന്യഹേതുശ്രുതമേ ഗതി സ്യാദാത്യന്തികി എത്ര ന മൃത്യുഹാസഃ. മേൽ വിവരിച്ച വിധം മോക്ഷപ്രാപ്തിക്ക് യോഗ്യനായ യോഗിക്ക് അണിമാദികളായ സിദ്ധികൾ വിഘ്നങ്ങളായി ഭവിക്കും. വിവേകത്താൽ ആ വിഘ്നങ്ങളെ അതിക്രമിക്കണം എന്നുകൂടെ സ്നേഹാതിശയം നിമിത്തം ഉപദേശിക്കുന്നു. ഹേ അംബ, മുക്തിയെ വിഘ്നപ്പെടുത്തുന്ന അണിമാദികളായ അഷ്ടസിദ്ധികൾ യോഗമാഹാത്മ്യത്തിൽ നിന്ന് ജനിക്കും. ആ വക സിദ്ധികളുണ്ടാകുവാൻ യോഗം മാത്രമല്ലാതെ മറ്റു യാതൊരു വിധമായ കാരണവുമില്ല. മായയുടെ അന്തരംഗ വിലാസങ്ങളാകുന്ന ആ സിദ്ധികളിൽ യോഗിയുടെ മനസ്സ് പതിയാതിരിക്കണം. അഥവാ പതിഞ്ഞുപോയാൽ അലൗകികങ്ങളായ സുഖസാധനങ്ങൾ അവൻ്റെ അവസരം കാത്തുകൊണ്ട് നിൽക്കുന്നത് നിമിത്തം മായാകാര്യങ്ങളായ അവയിൽ അവന് കൗതുകം ജനിച്ചുപോയാൽ പരമാനന്ദ പ്രാപ്തിരൂപമായ മോക്ഷത്തെ അടയുന്നതിന് കാലവിളംബം നേരിടും. ആ വിഘ്നത്തിൽ നിന്നും നിവർത്തിക്കുമ്പോൾ പുനരാവൃത്തിരഹിതമായ കൈവല്യത്തെ അടയുന്നു. ആ അവസ്ഥയിൽ എത്തിയിരിക്കുന്നവൻ്റെ നേർക്ക് മൃത്യു തിരിഞ്ഞു നോക്കുക പോലുമില്ല. അവന് മരണമില്ലെന്നു സാരം. യോഗസിദ്ധികളായ അണിമാദികളിൽ രമിച്ചുപോയാൽ അവൻ്റെ നേരെ മൃത്യുഗർവത്തെ പ്രകാശിപ്പിക്കും. അവന് മരണവും അതിൽ പിന്നെ ജന്മവും ഉണ്ടാകും. 27-ാം അധ്യായം സമാപിച്ചു. 28-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.